ഫൈനലിൽ എത്തുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ മറുപടി നൽകി തുടങ്ങിയത്. അതായത് ആൻറ്റി പൈക്രോഫിനെ മാറ്റണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ പി സി ബി മുന്നോട്ട് വെക്കുന്നുവെങ്കിലും പക്ഷേ പി സി ബിയുടെ ഒരു സമ്മർദ്ദത്തിനുള്ള ശേഷിയില്ല, ശേഷി കുറവ് കൊണ്ടാണ്. ബി സി സി പറയുന്ന പോലെ പി സി ബിക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ തൊട്ട് മുമ്പ് ഫോട്ടോഷൂട്ടിന് പോലും വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ക്യാപ്റ്റൻ ഫോട്ടോഷൂട്ട് വരുന്നില്ല, സൽമാനാക മാത്രമാണ് ട്രോഫിക്കൊപ്പം നിൽക്കുന്നത്. അതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചുണ്ടാകുക സൂര്യയുടെ പ്രസ് കോൺഫറൻസ് ആയിരിക്കും. പാകിസ്ഥാൻ ഞങ്ങൾക്കൊരു എതിരാളികളെയല്ല, റൈവലറല്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതിപ്പോൾ ഏത് ടീമാണെങ്കിൽ പോലും ആ താരങ്ങൾക്ക്, കളിക്കുന്ന താരങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വല്ലാത്തൊരു അപമാനമുണ്ട്. ആ അപമാനം തന്നെയാണ് അവർ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലത്തെ ഇതിലേക്ക് വരുമ്പോൾ, ഇന്ത്യയുടെ ഇന്നിങ്സിലേക്ക് വരുമ്പോൾ 3 വിക്കറ്റുകൾ, ഇന്ത്യക്ക് 20 റൺസിൻ്റെ 3 വിക്കറ്റ് നഷ്ടമാവുന്നു. ആ ഓരോ വിക്കറ്റിലും അവർ കാണിക്കുന്ന ഒരു ഇൻറ്റൻസ് ഉണ്ട്. ഒരു റണ്ണൗട്ട് ശ്രമം അവർക്ക് നഷ്ടമായപ്പോൾ പാകിസ്ഥാൻ താരങ്ങൾ കാണിച്ച ഒരു നിരാശയുണ്ട്. സാധാരണ പാകിസ്ഥാൻ മോശം ഫീൽഡിങ്ങിന്റെ പേരിലും കൂടി പ്രസിദ്ധി ആർജിച്ച ടീമാണ്. പക്ഷെ അവര് നല്ല പറന്നു പിടിക്കുകയാണ് ക്യാച്ചുകൾ, അസാധ്യമായ ട്രൈകൾ ചെയ്യാണ്. ഒരു റണ്ണൗട്ട്, അതായത് അത്ര ഉറപ്പൊന്നുമില്ലാത്തൊരു റണ്ണൗട്ട് മിസ്സാകുമ്പോൾ പാകിസ്ഥാൻ അതിഭീകരമായ നിരാശയിലാകുകയാണ്. അപ്പോൾ അത് അത്രമാത്രം ഞങ്ങൾ തോൽപ്പിക്കാൻ വെമ്പി നിൽക്കുകയാണെന്നുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടാണ്. തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് വേറെ കാര്യം. പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നുകിൽ ജയിക്കുക, ഐദർ വിൻ ഓർ ലേൺ എന്നാണ് പഠിക്കുക. ഓരോ കളിയിൽ നിന്നും പഠിക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ ക്രിക്കറ്റ് രാജ്യങ്ങളിൽ രണ്ടാമതാരെന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ തന്നെയല്ലേ.